നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഫലത്തിൽ ഉദ്യോഗത്തിന്റെ നിമിഷങ്ങളിലൂടെ രാഷ്ട്രീയ കക്ഷികൾ ശുഭാപ്തി വിശ്വാസത്തിന്റെ കൊടുമുടിയിൽ ഇടത് വലതു മുന്നണികൾ. വൻ വിജയം ഉറപ്പെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 18,000 വോട്ടിന്റെ വിജയമെന്ന ഇടതുമുന്നണി മണ്ഡലം കമ്മിറ്റി. 3,000 മുതൽ 12,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷ വിജയമെന്ന UDF. വോട്ടിംഗ് മെഷീനുകൾ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമുകളിൽ. പുതിയ MLA ആരെന്നറിയാൻ 23 വരെ നീണ്ട കാത്തിരിപ്പ്. മച്ചാട് വനമേഖലയിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി ജനവാസ മേഖലയിൽ ഒരു ശമനവുമില്ലാതെ ആനവിഹാരം. കട്ലപ്പൂവം മേഖലയിൽ 3 ആനകൾ തമ്പടിച്ചതായി മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ V9 ന്യൂസിനോട്. കഴിഞ്ഞ രാത്രിയിൽ കൊമ്പനിറങ്ങി വീടിന്റെ മതിലും ഗേറ്റും ഇടിച്ചു തകർത്തു. തൈക്കാട്ടുമുളയിൽ രാജുവിന്റെ മതിലാണ് തകർത്തത്. കൊമ്പൻ എന്ന് ഉറപ്പുവരുത്തിയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച. മച്ചാട് വനമേഖലയിലെ കാട്ടാനകളെ തുരത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R ആനന്ദ. എത്ര ആനകൾ എത്തിപ്പെട്ടിട്ടുണ്ടെന്നറിയാൻ സർവേ പുരോഗമിക്കുന്നു. വിദഗ്ധ പരിശീലനം ലഭിച്ച എലിഫന്റ് വാച്ചർമാരുടെ നേതൃത്വത്തിൽ കണക്കെടുപ്പ്. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതിനും പദ്ധതി. രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം വാഴാനി മേഖലയിൽ 5 സ്ഥലങ്ങളിലായി സോളാർ ഫെൻസിംഗുകൾ 2 മാസത്തിനുള്ളിലെന്ന V9 ന്യൂസിനോട്. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരീശ സന്നിധി വെള്ളിയാഴ്ച തുറക്കും. ശബരിമല മേൽശാന്തിയായി S അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി വാസുദേവൻ നമ്പൂതിരിയും സ്ഥാനമേൽക്കും. നവംബർ മാസത്തിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനം ലഭിക്കുക. 30 ഉച്ചയ്ക്ക് ശേഷമുള്ള ചില സ്ലോട്ടുകളിൽ ഒഴിവ്. സ്പോട്ട് ബുക്കിംഗിനായി പമ്പയിൽ 7 കൗണ്ടറുകൾ സജ്ജം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്ലാറ്റ്ഫോമിലെ എസ്കലേറ്ററിനരികിലാണ് 2 ബാഗുകളിലായി കഞ്ചാവ് കണ്ടെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തുന്നതിനിടെ പരിശോധനയറിഞ്ഞ് ഉപേക്ഷിച്ചതായി വിലയിരുത്തൽ. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. ആധുനിക ഇന്ത്യയുടെ ശില്പി, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിക്ക് ജന്മദിനത്തിൽ സ്നേഹപ്പൂക്കളുമായി ജനത. നാടെങ്ങും ജന്മദിനാഘോഷം. വർണ്ണാഭയുടെ കുടചൂടി. വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ ശിശുദിനാഘോഷം. കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി KR മാളവിക ഉദ്ഘാടനം ചെയ്തു. തോളൂരിൽ അംഗനവാടികളിലും സ്കൂളുകളിലും ശിശുദിന റാലികൾ. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു. കലാപരിപാടികൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആഘോഷം. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും PG പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് റിസർച്ച് ഡേ. 66 പ്രബന്ധങ്ങളിൽ മികവാർന്ന 10 എണ്ണം വേദിയിൽ അവതരിപ്പിച്ചു. 56 എണ്ണം പോസ്റ്ററുകളായി പ്രദർശിപ്പിച്ചു. 3 പ്രബന്ധങ്ങൾക്ക് സമ്മാനം. പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ ഉദ്ഘാടനം ചെയ്തു. കോടതിയുടെ അനുമതിയില്ലാതെ സംസ്ഥാനത്തേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാനാകില്ലെന്ന് ഹൈക്കോടതി. കാട്ടാനകളെ പിടികൂടാനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ വനം വന്യജീവി സംരക്ഷണ നിയമം കണക്കിലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തൽ. ആനകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ബഹുമുഖ പദ്ധതിയുമായി കോടതി. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ED അന്വേഷണം പൂർത്തിയാക്കാത്തതിനെതിരെ കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്.